إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم وإياي أولا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകളൊക്കെയും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ടും തന്നെ ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കുമേകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സത്യവിശ്വാസി സഹോദരങ്ങളെ, സ്വർഗത്തിൻ്റെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ വചനം, അതിന് ചില നിബന്ധനകൾ ഉണ്ട് എന്നും ഏതൊരു താക്കോലിനാണെങ്കിലും അതുകൊണ്ട് പൂട്ട് തുറക്കാൻ ആ താക്കോലിൻ്റെ പല്ലുകൾ ശരിയാകേണ്ടതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യം ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ നിബന്ധനകൾക്കുണ്ട് എന്നും നാം മനസ്സിലാക്കി. ലാ ഇലാഹ ഇല്ലല്ലാ വിശ്വസിച്ച് അത് പറഞ്ഞ ഒരു മനുഷ്യന് പരലോകത്ത് ആ കലിമ കൊണ്ട് ഉപകാരം ലഭിക്കണമെങ്കിൽ ആ നിബന്ധനകൾ പാലിക്കപ്പെട്ട ജീവിതത്തിൽ, ആ നിബന്ധനകൾ പാലിക്കപ്പെട്ട രൂപത്തിൽ ജീവിതം ക്രമീകരിക്കാൻ അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമയ്ക്ക് മാത്രമല്ല, ദീനിൽ ഏത് വിഷയം എടുത്താലും അത് അങ്ങനെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇബാദത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകാൻ ഇങ്ങനെ ചില നിബന്ധനകളുണ്ട് എന്ന് പറഞ്ഞാൽ
ആ ഇബാദത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു നന്മയായി ഇബാദത്തായി പരിഗണിക്കപ്പെടണമെങ്കിൽ ആ നിബന്ധനകൾ പാലിക്കൽ നിർബന്ധമാണ്. ആ നിബന്ധനകൾ പാലിക്കാത്ത പക്ഷം അത് റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ ഒരു നന്മയായി രേഖപ്പെടുത്തപ്പെടില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നിസ്കാരം. നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണ്. നിസ്കാരത്തിലേക്ക് നമ്മൾ ഉദ്ദേശിച്ചാൽ നമ്മൾ എന്താണ് പൊതുവെ ആദ്യം ചെയ്യാറുള്ളത്? വുളു എടുക്കും. എന്തേ വുളു എടുക്കാൻ? കാരണം നിസ്കാരം എന്ന ഇബാദത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകാൻ അള്ളാഹു വെച്ച നിബന്ധനകളിലൊന്നാണ് വുളു എടുക്കുക എന്നുള്ളത്. ഒരാൾ വുളു എടുക്കാതെ 1000 റക്അത്ത് നിസ്കരിച്ചു എന്ന് വലിയ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ പറയും ഒരു നിസ്കാരവും സ്വീകരിച്ചിട്ടില്ലല്ലോ. എന്തേ? നിസ്കാരത്തിനുള്ള നിബന്ധനയാണ് വുളു. ജീവിതകാലം മുഴുവൻ അവൻ നിസ്കരിച്ചു, പക്ഷെ വുളു എടുത്തിട്ടില്ല. അവൻ്റെ ഒരു നിസ്കാരവും സ്വീകാര്യമല്ല. കാരണം എന്താണ്? നിബന്ധന പാലിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനകളും. ആ നിസ്കാരത്തിന് വുളു നിബന്ധനയാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ഖുർആനും ഹദീസും തന്നെയാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയ്ക്കും നിബന്ധനകളുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത്. നിസ്കാരത്തിന് വുളു നമുക്ക് പ്രമാണമായ ഖുർആൻ എന്ന പോലെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനകൾക്കും നമുക്ക് പ്രമാണം ഖുർആൻ തന്നെയാണ്. ആ നിബന്ധനകളുടെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഉണർത്തിയതാണ്. കഴിഞ്ഞ ഖുതുബയിൽ നാം 2 നിബന്ധനകളുടെ വിശദാംശം പറഞ്ഞിരുന്നു. 7 നിബന്ധനകളാണ് പണ്ഡിതന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയ്ക്ക് പറഞ്ഞത്. അതിൽ ഒന്ന് അൽ ഇൽം. കഴിഞ്ഞ ആഴ്ച നാം വിശദീകരിച്ചതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ അർത്ഥവും അത് തേടുന്ന ആശയവും കൃത്യമായി മനസ്സിലാക്കുക, അതിനെപ്പറ്റിയുള്ള അറിവ് ഉണ്ടാവുക. ആ അറിവ് എന്നതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധന നമ്മൾ പറഞ്ഞു അൽ യഖീൻ. അത് അറിഞ്ഞാൽ പോരാ, അറിഞ്ഞതിൽ ഉറപ്പ് വേണം. അറിവുള്ള എല്ലാവർക്കും അറിഞ്ഞതിൽ ഉറപ്പുണ്ടായിക്കൊള്ളണമെന്നില്ല, സംശയമുള്ളവരുണ്ടാകും. പക്ഷെ ആ അറിവിൻ്റെ പൂർണ്ണതയിലെത്തണം, ആ പൂർണ്ണ ഉറപ്പ് വേണം. ആ ഉറപ്പിനെയാണ് രണ്ടാമത്തെ നിബന്ധനയായ അൽ യഖീൻ എന്നത് അറിയിക്കുന്നത്. മൂന്നാമത്തെ നിബന്ധന ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അൽ ഖബൂൽ എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നിബന്ധന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ മൂന്നാമത്തെ നിബന്ധന അൽ ഖബൂൽ ആണ്. എന്താ ഖബൂൽ? സ്വീകരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ അർത്ഥം ഒരുവൻ അറിഞ്ഞു, അത് ഉറപ്പിച്ച് വിശ്വസിച്ചു, ഉറപ്പായി അവന് അതിൻ്റെ അർത്ഥം, ആ അർത്ഥത്തിൽ ആശയത്തിൽ അവൻ യാതൊരു സംശയവുമില്ല. ഇനി അവൻ ചെയ്യേണ്ടത് അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ആ കലിമയെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയെ അവൻ സ്വീകരിക്കണം. ആ കലിമ അറിയിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെ ഒക്കെയും അവൻ സ്വീകരിക്കണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായി ഇസ്ലാം മതത്തെ ദീനായി തൃപ്തിപ്പെടണം, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടണം, മുഹമ്മദ് നബിയെ റസൂലായി തൃപ്തിപ്പെടണം. അങ്ങനെ ഇസ്ലാം ദീനിനെ അവൻ സ്വീകരിക്കണം. ഇസ്ലാം ദീനിനെ സ്വീകരിക്കണം, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയെ സ്വീകരിക്കണം. ആ സ്വീകാര്യതയാണ് അൽ ഖബൂൽ എന്നത് അർത്ഥമാക്കുന്നത്. ആ കലിമ അറിയിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെയൊക്കെയും സ്വീകരിക്കണം. ഒന്നിനെയും തള്ളാൻ പാടില്ല, ഒരു കാര്യത്തെയും തള്ളാൻ പാടില്ല, ഒഴിവാക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിന്റെ 85-ാം ആയത്തിലൂടെ പറഞ്ഞു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ, ആരെങ്കിലും ഇസ്ലാം അല്ലാത്തതിനെ മതമായി സ്വീകരിച്ചാൽ, ആഗ്രഹിച്ചാൽ, ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്നത് ഒരിക്കലും സ്വീകരിക്കപ്പെടുന്നതല്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, പരലോകത്തിൽ അവൻ നഷ്ടക്കാരിൽപ്പെട്ടവനായിരിക്കും. സൂറത്ത് സ്വാഫാത്തിന്റെ 35-ാം ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ, അവരോട്, മുശ്രിക്കുകളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് അവരോട് പറയപ്പെട്ടാൽ യസ്തക്ബിറൂൻ, അവർ കിബ്ർ കാണിക്കും, അഹങ്കാരം കാണിക്കും, അവർ സ്വീകരിക്കൂല, തള്ളിക്കളയും.
43-ാം അധ്യായം സൂറത്തു സുഖ്റുഫിന്റെ 23-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, وَكَذَلِكَ مَا أَرْسَلْنَا مِنْ قَبْلِكَ فِي قَرْيَةٍ مِّن نَذِيرٍ إِلَّا قَالَ مُتْرَفُوهَا إِنَّا وَجَدْنَا آبَاءَنَا عَلَى أُمَّةٍ وَإِنَّا عَلَى آثَارِهِمْ مُقْتَدُونَ. എന്താണ് പറഞ്ഞത്? നിനക്ക് മുമ്പ് യാതൊരു രാജ്യത്തേക്ക് നാം താക്കീതുകാരൻ അയച്ചപ്പോഴും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് ഏതൊക്കെ രാജ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂതന്മാരെ അയച്ചോ അപ്പോഴൊക്കെയും അവിടെയുള്ള സുലോലുപന്മാർ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ പിതാക്കളെ ഒരു മാർഗത്തിൽ നിലകൊള്ളുന്നവരായി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, തീർച്ചയായും ഞങ്ങൾ അവരുടെ കാൽപ്പാടുകളെ അനുഗമിക്കുന്നവരാകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചില്ല. നമ്മുടെ കാക്കക്കാരണവന്മാർ, നമ്മുടെ മുൻഗാമികൾ, അവർ യാതൊരു ആശയത്തിലായോ അത് തന്നെ മതി എന്ന് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ തള്ളി. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കണം, ആ മതത്തെ സ്വീകരിക്കണം. ഈ നിബന്ധന നഷ്ടപ്പെട്ടതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെ സഹോദരൻ അബൂ താലിബ്. അബൂ താലിബിന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം മനസ്സിലായി, അതിൻ്റെ ആശയം മനസ്സിലായി, അതിൽ യാതൊരു സംശയവുമില്ല. അബൂ താലിബ് തന്നെ അത് പറഞ്ഞതാണ്, അതിലൊരു സംശയമില്ല. പക്ഷേ സ്വീകരിച്ചില്ല. മരണസമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു, സ്വീകരിച്ചില്ല. സ്വീകരിക്കുക എന്നുള്ളത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കെലിമ കൊണ്ട് ഉപകാരം ലഭിക്കാനുള്ള ഒരു നിബന്ധനയാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കെലിമ സ്വീകരിക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ടോ അതൊക്കെ സ്വീകരിക്കണം. ഈ മതം അത് സ്വീകരിക്കണം. ഈ മതത്തെ സ്വീകരിക്കുമ്പോൾ ഈ മതം അറിയിക്കുന്ന വിധിവിലക്കുകളുണ്ട്, അതിനൊക്കെ സ്വീകരിക്കണം. അതിനൊന്നും തള്ളാൻ പാടില്ല. ചിലരിൽ നിന്ന് കേൾക്കാൻ ഇടയായിട്ടുണ്ട്, എല്ലാം ശരിയാണ്, പക്ഷേ മോഷ്ടിച്ചവൻ്റെ കൈവെട്ടണമെന്ന് പറയുന്ന നിയമം അതെനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നതല്ല. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. എല്ലാം ഓക്കെയാണ്, പക്ഷെ മോഷ്ടിച്ചവൻ്റെ കൈവെട്ടണമെന്ന് പറയുന്ന നിയമം അതെനിക്ക് സ്വീകരിക്കാൻ പ്രയാസമുണ്ട് എന്ന്. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അത് പറ്റൂല. ദീൻ അറിയിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനൊന്നിനോടും നമ്മൾ വെറുപ്പ് പ്രകടിപ്പിക്കാൻ പാടില്ല. അത് അള്ളാഹു നിയമമാക്കിയതാണ് എന്നതിനെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. അത് നമ്മൾ അംഗീകരിക്കണം, നമ്മൾ സ്വീകരിക്കണം. ദീൻ എന്തൊക്കെ അറിയിച്ചു തന്നിട്ടുണ്ടോ, ഖുർആൻ എന്തൊക്കെ അറിയിച്ചു തന്നിട്ടുണ്ടോ, ഹദീസ് എന്തൊക്കെ അറിയിച്ചു തന്നിട്ടുണ്ടോ, അറിയിച്ചു തന്നതൊക്കെയും സ്വീകരിക്കുക എന്നുള്ളത് ഈ നിബന്ധനയുടെ കീഴിൽ വരുന്ന കാര്യമാണ്. പൂർണ്ണ മനസ്സോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കെലിമയെയും അതറിയിക്കുന്ന ആശയത്തെയും നാം സ്വീകരിക്കുക എന്നുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഈ നിബന്ധന അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ പൂർണ്ണ മനസ്സോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹയും അത് അറിയിക്കുന്ന ആശയത്തെയും സ്വീകരിച്ച സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 4-ാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനയാണ് അൽ ഇൻഖിയാദ് എന്നുള്ളത്. അൽ ഇൻഖിയാദ് എന്താണ്? അൽ ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങൽ. കീഴൊതുങ്ങൽ അഥവാ ആ ആശയം ഉൾക്കൊണ്ട മതം സ്വീകരിച്ചവൻ പാലിക്കേണ്ട അതിൻ്റെ വിധിവിലക്കുകളോട് പൂർണ്ണമായും കീഴൊതുങ്ങൽ, അവ ഉപേക്ഷിക്കാതിരിക്കൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് അതിൻ്റെ അർത്ഥം അറിഞ്ഞു, ആശയം അറിഞ്ഞു, അതിൽ സംശയമില്ലാത്ത വണ്ണം ഉറപ്പായി അത് സ്വീകരിച്ചു. ഇനി അതിന് കീഴൊതുങ്ങണം. ആ മതം അറിയിക്കുന്ന എന്തൊക്കെ വിധിവിലക്കുകളുണ്ടോ അതിനോട് നമ്മൾ കീഴൊതുങ്ങണം. പരിപൂർണമായും അവയെ തള്ളിക്കളയരുത്. ഒരുവൻ മുസ്ലിമായി എന്ന് ചോദിച്ചാൽ മുസ്ലിമായി എന്ന് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ശേഷം, സ്വീകരിച്ച ശേഷം അവൻ്റെ ജീവിതത്തിൽ ഇസ്ലാമിൻ്റെ യാതൊരു പ്രവർത്തനങ്ങളും കാണാനില്ല. നിസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല, ഖുർആൻ പാരായണമില്ല, ദിക്റില്ല, ഒന്നുമില്ല. ഇസ്ലാമിൻ്റെതായി പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട ഒരു പ്രവർത്തനം അവൻ്റെ ജീവിതത്തിലില്ല. അവൻ കീഴൊതുങ്ങിയവനല്ല, അവൻ ഉപേക്ഷ വരുത്തിയവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ സ്വീകരിച്ചു, പക്ഷെ സ്വീകരിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തേട്ടത്തിനനുസരിച്ച് അവൻ്റെ ജീവിതത്തെ അവൻ കീഴൊതുക്കിയില്ല. ആ കീഴൊതുങ്ങിയതിൻ്റെ ഭാഗമാണ് ഈ മസ്ജിദിൽ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് നാം ഒരുമിച്ച് കൂടിയത്. ആ കലിമ സ്വീകരിച്ചതിൻ്റെ ഭാഗമായി കീഴൊതുങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജുമുഅയ്ക്ക് കൂടാൻ മുസ്ലിമീങ്ങൾ ഒത്തുകൂടുന്നത്. അതിൻ്റെ എല്ലാ വിധിവിലക്കുകളോടും കീഴൊതുങ്ങുക എന്നത് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കാൻ ഷർത്താക്കപ്പെട്ട, നിബന്ധനയാക്കപ്പെട്ട ഒരു കാര്യമാണ്. സൂറത്തു സുമറിൻ്റെ 54-ാം ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, وَأَنِيبُوا إِلَى رَبِّكُمْ وَأَسْلِمُوا لَهُ مِنْ قَبْلِ أَنْ يَأْتِيَكُمُ الْعَذَابُ
സുമ്മ ലാ തുൻസറൂൻ, നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പായി നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് താഴ്മയോടെ മടങ്ങുകയും അവന് കീഴ്പ്പെടുകയും ചെയ്യുവിൻ. പിന്നെ അത് വന്നതിന് ശേഷം, ആ ശിക്ഷ വന്നതിന് ശേഷം നിങ്ങൾ സഹായിക്കപ്പെടുന്നതല്ല. അതുപോലെ ലുഖ്മാനിന്റെ 22-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹ് വഹുവ മുഹ്സിനുൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ. ആരെങ്കിലും സൽക്കർമ്മം ചെയ്തുകൊണ്ട്, സൽഗുണവാനായിക്കൊണ്ട് തൻ്റെ മുഖത്തെ അള്ളാഹുവിലേക്ക് കീഴ്പ്പെടുത്തുന്നതായാൽ തീർച്ചയായും അവൻ ഏറ്റവും ബലവത്തായ കൈപ്പിടിയെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ഏറ്റവും ബലവത്തായ കൈപ്പിടി എന്ന് ഉദ്ദേശിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അപ്പം കീഴൊതുങ്ങണം. അത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കപ്പെട്ട നിബന്ധനയാണ്. ഒരു ഹദീസിൽ കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ആരും വിശ്വാസികളാവുകയില്ല. ഏതുവരെ? ഹത്താ യകൂന ഹവാഹു, അവൻ്റെ ഇച്ഛ ആകുന്നത് വരെ, തബഅൻ പിന്തുടരപ്പെടുന്നത്, ലിമാ ജിഅ്തു ബിഹി ഞാൻ എന്തൊന്നു കൊണ്ടുവന്നുവോ അതിനെ അവൻ്റെ ഇച്ഛ പിന്തുടരുന്നത് വരെ നിങ്ങളാരും വിശ്വാസികളാവില്ല എന്ന്. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കൽപ്പനകൾ, നിരോധനകൾ, അതാവണം നമ്മുടെ ദേഹേച്ഛ. റസൂൽ മുഴുവൻ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളും അള്ളാഹുവിൻ്റെ കൽപ്പനകളോട് ഒത്തതാവണം. അപ്പം നമ്മൾ പരിപൂർണ സത്യവിശ്വാസിയാവും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവന്നതിനെ പരിപൂർണമായി നമ്മൾ ഒഴിവാക്കിയാൽ കാഫിറാവും. നമ്മുടെ ദേഹേച്ഛ പൂർണ്ണമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിനോട് എതിരായാൽ നമ്മൾ കുഫ്രിലാകും. പരിപൂർണമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വന്നതിനോട് യോജിച്ചാൽ പരിപൂർണ്ണ സത്യവിശ്വാസിയാകും. അതിന് ഏറ്റക്കുറവ് സംഭവിക്കുന്നതിനനുസരിച്ച് ഈമാനിൽ ഏറ്റക്കുറവുണ്ടാകും എന്ന് സാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അൻസാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ യഹൂദികളിൽപ്പെട്ട ഒരു മനുഷ്യനുമായി തർക്കമുണ്ടായി. അൻസാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ ഒരു മുനാഫിഖാണ് എന്നും ചില റിവായത്തുകളിൽ കാണാം. അങ്ങനെ തർക്കമുണ്ടായപ്പോൾ അൻസാരികളിൽപ്പെട്ട മനുഷ്യൻ യഹൂദിയോട് പറഞ്ഞു, നമുക്ക് നിന്റെ യഹൂദിയായ കഅബ് ബിൻ അഷ്റഫിനോട് ഈ വിഷയത്തിൽ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി പോകാം എന്ന് പറഞ്ഞു. എന്നാൽ യഹൂദി പറഞ്ഞു, വേണ്ട, നിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ പ്രശ്നത്തിൽ ഒത്തുതീർപ്പാക്കാൻ പോകാം എന്ന് പറഞ്ഞു. കാരണം യഹൂദിക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നീതിപൂർവമേ വിധി നടത്തുകയുള്ളൂ, കൈക്കൂലി വാങ്ങില്ല. എന്നാൽ കഅബ് ബിൻ അഷ്റഫ് എന്ന യഹൂദി അങ്ങനെയല്ല എന്നിവർ രണ്ടുപേർക്കും അറിയാം. യഹൂദിയുടെ ഭാഗത്താണ് ശരിയുള്ളത് എന്നും അവർക്കറിയാം. അൻസാരികളിൽപ്പെട്ട അല്ലെങ്കിൽ മുനാഫിഖായ മനുഷ്യൻ്റെ അടുക്കൽ ന്യായമില്ല എന്നറിയാം. പക്ഷേ അവൻ പറഞ്ഞു, യഹൂദിയായ കഅബ് ബിൻ അഷ്റഫിനോട് പോകാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോണ്ട എന്ന്. സൂറത്തു നിസാഇന്റെ 65-ാം ആയത്തിറങ്ങി. ആ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം ഒന്ന് ഈ സംഭവമാണ്. എന്താണ് ആയത്ത്? ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂൻ, നിന്റെ റബ്ബിനെ തന്നെ സത്യം, ലാ യുഅ്മിനൂൻ, അവർ വിശ്വാസികളാവില്ല. ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക, നിന്നോട് വിധി തേടുന്നത് വരെ, ഫീമാ ശജറ ബൈനഹും, അവരുടെ ഇടയിൽ തർക്കമുണ്ടായ വിഷയത്തിൽ, സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖദൈത്, പിന്നെ അതിനുശേഷം നീ വിധി നടപ്പിലാക്കിയ ആ ഒരു കാര്യമുണ്ടല്ലോ അതിൽ അവർക്ക് യാതൊരു മനക്ലേശവും തോന്നാതിരിക്കുകയും ചെയ്യണം. വയുസല്ലിമു തസ്ലീമ, അതിനോട് പൂർണ്ണമായും അതിനെ സമ്മതിച്ച് അതിനോട് അനുസരണം അവർ കീഴ്പ്പെടുകയും ചെയ്യണം. അതുവരെ അവർ വിശ്വാസികളാവില്ല. നമ്മുടെ അന്തിമ വിധിയായി നാം തൃപ്തിപ്പെടേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിധിയാക്കി തന്ന കാര്യമാണ്. ദീന് നമ്മളോട് കൽപ്പിച്ച കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനോടുള്ള സമയം പ്രശ്നമുണ്ടായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തീർപ്പ് കൽപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഖുർആനും ഹദീസും അനുസരിച്ച് മുഅ്മിനീങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധി തേടണം, ആ വിധിയിൽ തൃപ്തി ഉണ്ടാകണം, ആ വിധിയെ പൂർണ്ണമായി അനുസരിക്കണം. ഇത് മൂന്നും ഉണ്ടാകണം, എങ്കിലാണ് വിശ്വാസിയാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറഞ്ഞത് ലാ യുഅ്മിനൂൻ, വിശ്വാസിയാവുകയില്ല, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും
സുമ്മ ലാ യജിദൂ ഫി അൻഫുസിഹിം ഹറജാ. നിങ്ങൾ വിശ്വാസിയാവുകയില്ല, നിങ്ങൾക്കുണ്ടായ പ്രശ്നത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധി നിങ്ങൾ തേടുകയും അതിൽ കീഴ്പ്പെടുകയും ചെയ്താൽ, അത് തൃപ്തിപ്പെടുകയും ചെയ്താലല്ലാതെ നിങ്ങൾ വിശ്വാസിയായി. അപ്പോൾ നമ്മൾ കീഴൊതുങ്ങണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന പൂർണ്ണമായ കാര്യങ്ങളിൽ നമ്മൾ കീഴൊതുങ്ങണം. എത്രത്തോളം എന്ന് വെച്ചാൽ, പ്രിയ സഹോദരങ്ങളെ പറയട്ടെ, ചില പണ്ഡിതന്മാർ ഈ നിബന്ധന തെറ്റിയവരെ ഉപമിച്ചത് ഇബ്ലീസും ഇബ്ലീസിൻ്റെ കൂട്ടരോടുമാണ്. ഇബ്ലീസിന് കാര്യമറിയായിരുന്നു, ഇൽമുണ്ടായിരുന്നു, യഖീനുണ്ടായിരുന്നു. പക്ഷേ ഇബ്ലീസ് കിബർ കാണിച്ചു, അനുസരിച്ചില്ല, കീഴൊതുങ്ങിയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ച ആ മതത്തെ അംഗീകരിച്ച് വിശ്വസിച്ച നമ്മൾ പൂർണ്ണമായും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തെ ആ തേട്ടത്തിനോട് കീഴൊതുങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷം ഒരു വാജിബ് ചെയ്യാൻ പറ്റാതെ ആയി, അതുകൊണ്ട് ഈ നിബന്ധന പൊളിഞ്ഞു പോകണമെന്നില്ല. എപ്പോഴെങ്കിലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും നിമിഷങ്ങളിൽ ഒരു ഹറാമ് പറ്റി എന്നതുകൊണ്ട് ഈ നിബന്ധന പാടെ പൊളിഞ്ഞു പോകണമെന്നില്ല. മറിച്ച് ഈ നിബന്ധന പൊളിഞ്ഞു പോകുന്നത് രണ്ട് കാരണങ്ങൾ. ഒന്ന്, അവൻ്റെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചാൽ, ശിർക്ക് സംഭവിക്കുന്നതോടുകൂടി തൗഹീദിന് അവൻ കീഴൊതുങ്ങാതെയായി, അങ്ങനെ ഈ നിബന്ധന അവനിൽ പൊളിഞ്ഞു പോകും. രണ്ടാമത്തത്, ദീന് പഠിപ്പിച്ച കർമ്മങ്ങളെ, പ്രവർത്തനങ്ങളെ പൂർണ്ണമായും പാടെ ഒരുവൻ ഒഴിവാക്കി, അവനും ഈ നിബന്ധന പൊളിഞ്ഞു പോകും. പരിപൂർണമായും ഒഴിവാക്കണം. ഒരു പ്രവർത്തനം അവൻ്റെ ജീവിതത്തിൽ ഇസ്ലാം ദീൻ പഠിപ്പിച്ച ഒരു പ്രവർത്തനവും ഇല്ല. ചില പണ്ഡിതന്മാർ ഉദാഹരണം പറഞ്ഞത്, കുറഞ്ഞത് 5 നേരം നിസ്കാരമെങ്കിലും അവൻ്റെ ജീവിതത്തിൽ വേണം. 5 നേരം നിസ്കാരവും അവൻ്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നഊദു ബില്ലാഹ്, ഈ നിബന്ധന നഷ്ടപ്പെട്ടതായിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഏറ്റവും കുറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമുള്ള കാര്യം എന്താണ്? 5 നേരം നിസ്കാരമാണ്. അപ്പോൾ കുറഞ്ഞത് 5 നേരം നിസ്കാരമെങ്കിലും ഒരുവൻ്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ ഈ കീഴൊതുങ്ങലിൻ്റെ ഒരു ഏറ്റവും താഴത്തെ ലെവലിലെങ്കിലും അവൻ ഉണ്ട് എന്ന് സമാധാനിക്കാം. അതും ഇല്ലാത്ത പക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ നമ്മിൽ ശരിയാവാത്ത ആ കലിമ നാളെ പരലോകത്ത് ആ കലിമ കൊണ്ട് ഉപകാരമെടുക്കാത്തവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടുമോ എന്ന് നാം ഭയക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഊസീകും ثانيا بتقوى الله عز وجل. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകളൊക്കെയും പാലിച്ചുകൊണ്ടും തന്നെ മരണം വരെയും ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കുമേകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സത്യവിശ്വാസി സഹോദരങ്ങളെ, അൽ-ഇൻഖിയാദ് എന്ന 4ാമത്തെ നിബന്ധനയ്ക്ക് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ നമുക്ക് പരലോകത്ത് ഉപകാരപ്പെടാൻ പണ്ഡിതന്മാർ പറഞ്ഞ നിബന്ധനയാണ് 5ാമതായി അസ്സിദ്ഖ് എന്നുള്ളത്. അസ്സിദ്ഖ്, സത്യസന്ധത. അസ്സിദ്ഖുൽ മുനാഫി ലിൽ കദിബ്, കളവിന് വിപരീതമായ സത്യസന്ധതയുണ്ടാകണം. അഥവാ ഈ ആശയം സ്വീകരിച്ചതും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതും സത്യസന്ധമായിട്ടാവണം, കപടമാകാതിരിക്കണം. അവൻ പറഞ്ഞത്, അവൻ നാവ് കൊണ്ട് പറഞ്ഞത് ഹൃദയം കൊണ്ട് യോജിക്കണം. നാവ് കൊണ്ട് പറഞ്ഞതൊന്നും ഹൃദയത്തിൽ മറ്റൊന്നുമാണ് എങ്കിൽ അവൻ മുനാഫിഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, പക്ഷെ പറഞ്ഞ വിശ്വാസം അവൻ്റെ ഹൃദയത്തിലില്ല. അവൻ പല ലക്ഷ്യങ്ങൾക്കും വേണ്ടിയാണ് പറഞ്ഞത്. ഒരു കൂട്ടായ്മയോടൊപ്പം ഒത്തു നിൽക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്, അതല്ലെങ്കിൽ ഒരു രാജ്യത്തിലെ കുറച്ചുകൂടി നിർഭയത്വത്തിനും ഒരു രാജ്യത്തിലെ കുറച്ചുകൂടി മറ്റ് സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും അവന് ലഭിക്കാൻ വേണ്ടിയാണ് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്. പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഹൃദയവും നാവും യോജിച്ച രൂപത്തിലല്ല അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് എങ്കിൽ അവൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറച്ചിൽ സ്വീകരിക്കൂല. അതാണ് അടിസ്ഥാനപരമായി നിബന്ധനയിൽ ഉൾപ്പെടുന്നത്. പിന്നെ അതിന് കീഴിൽ മറ്റു കാര്യങ്ങളിലെല്ലാമുള്ള സത്യസന്ധത
ഒരർത്ഥത്തിൽ ഉൾപ്പെടുന്നുണ്ട്. പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യസന്ധമായിട്ടാകണം. സൂറത്തുൽ അങ്കബൂത്തിന്റെ 2-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഹസിബന്നാസു അൻ യുത്രകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം തങ്ങൾ പരീക്ഷണത്തിന് വിധേയരാകാതെ വിട്ടേക്കപ്പെടുമെന്ന് മനുഷ്യർ വിചാരിക്കുകയാണോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിശ്ചയമായും അവർക്ക് മുമ്പുള്ളവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹുല്ലദീന സ്വദഖൂ വലയഅലമന്നൽ കാദിബീൻ. ആരാണ് സത്യം പറഞ്ഞവർ എന്നും ആരാണ് കള്ളം പറഞ്ഞത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും. അള്ളാഹുവിനെ നേരത്തെ അറിയാം, പക്ഷെ അറിഞ്ഞത് അള്ളാഹു വെളിവാക്കും. അള്ളാഹു ഈ ദുനിയാവിൽ വെളിവാക്കും. പരീക്ഷണത്തിലൂടെ ആരാണ് സത്യസന്ധർ, ആരാണ് കളവ് പറഞ്ഞവർ. അപ്പൊ സത്യസന്ധരാവണം. സത്യസന്ധത നമ്മൾ മുറുകെ പിടിക്കണം. സൂറത്തുൽ ബഖറയുടെ 8-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമിനന്നാസി മൻ, ജനങ്ങളിലുണ്ട് ചിലർ, യഖൂലു, അവർ പറയും, ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു. വമാ ഹും ബിമുഅ്മിനീൻ, അവർ വിശ്വാസികളല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. കാരണം അവർ നാവ് കൊണ്ട് പറഞ്ഞത് അവരുടെ ഹൃദയത്തിലില്ല. ഹൃദയവും നാവും ഒന്നിച്ചില്ല. ഹൃദയവും നാവും ഒന്നിക്കണം. അതാണ് സത്യസന്ധത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ്, മാ മിൻ അഹദിൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു സിദ്ഖൻ മിൻ ഖൽബിഹി ഇല്ല ഹറമഹു അല്ലാഹു അലന്നാർ. മാ മിൻ അഹദിൻ, ഒരാളുമില്ല, യശ്ഹദു, അവൻ സാക്ഷ്യം വഹിച്ചു, ഷഹാദത്ത് പറഞ്ഞു, അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, അല്ലാഹുവാണ് ഇലാഹ്, അല്ലാഹു മാത്രമാണ് ഇലാഹ്, അള്ളാഹുവിൻ്റെ റസൂലാണ് മുഹമ്മദ് നബി എന്ന് സാക്ഷ്യം വെച്ചവർ. എങ്ങനെ? സിദ്ഖൻ മിൻ ഖൽബിഹി, സിദ്ഖൻ മിൻ ഖൽബിഹി, ഉപാധി വെച്ചു. സ്വർഗം കിട്ടാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപാധി വെച്ചു. ആ ഉപാധിയിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞു സിദ്ഖ് നിബന്ധനയാണ്. എന്താ വെച്ച ഉപാധി? ഹൃദയം കൊണ്ട് സത്യസന്ധമായിട്ടാകണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് വരിച്ചത്. എങ്കിൽ ഇല്ല ഹറമഹുല്ലാഹു അലന്നാർ, നരകം അള്ളാഹു അവൻ്റെ മേൽ ഹറാമാക്കും. സത്യസന്ധമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചവൻ, ഷഹാദത്ത് വൽക്കരിച്ചവന് നരകം ഹറാമാക്കും. ഒന്നുകിൽ നരകത്തിൽ പ്രവേശിക്കുന്നത് തന്നെ ഹറാമാകും, അതല്ലെങ്കിൽ നരകത്തിൽ ശാശ്വതനാകുന്നത് ഹറാമാകും. അവൻ്റെ അമലുകൾ കൊണ്ട്, അവൻ അത്രയേറെ അമലുകൾ കൊണ്ട് മുന്നേറിയവനാണ് എങ്കിൽ നരകത്തിൽ പ്രവേശിക്കുന്നത് തന്നെ ഹറാമാകും. അതല്ല, നരകത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ ചില തിന്മകൾ അവൻ്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ, അത് പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ കുറ്റം അനുഭവിച്ച ശേഷം പിന്നെ സ്വർഗത്തിലേക്ക് വരും. എന്നിരുന്നാലും നരകത്തിൽ ശാശ്വതനാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിക്കുന്നത് തന്നെ ഹറാമാകുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ നിബന്ധനയുടെ കീഴിൽ ഒരു പണ്ഡിതൻ പറഞ്ഞ ഖൗല് കൂടി, ഒരു വാചകം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാ പറയുകയാണ്, അമ്മാ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ബിലിസാനിഹി, നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരുവൻ, ثم أطاع الشيطان وهواه في معصية الله ومخالفته, ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പറഞ്ഞു, ശേഷം ശൈത്താനെ അനുസരിച്ചു, അതല്ലെങ്കിൽ അവൻ്റെ ദേഹേച്ഛയവൻ അനുസരിച്ചു, അള്ളാഹുവിനെ ധിക്കരിച്ചു, ഫഖദ് കദബ ഫിഅലുഹു ഖൗലഹു, അവൻ്റെ പ്രവൃത്തി അവൻ പറഞ്ഞതിനെ കളവാക്കി. അവൻ്റെ പ്രവൃത്തി അവൻ പറഞ്ഞതിനെ കളവാക്കി. അള്ളാഹുവിനെ ധിക്കരിച്ചാൽ, ശൈത്താൻ അനുസരിച്ചു അല്ലെങ്കിൽ ദേഹേച്ഛയെ അനുസരിച്ചു, ഈ രണ്ടാലൊന്നുകൊണ്ട് അവൻ അള്ളാഹുവിനെ ധിക്കരിക്കും. അങ്ങനെ അള്ളാഹുവിനെ ധിക്കരിച്ചാൽ അവൻ എന്താ പറഞ്ഞത്, ആ പറഞ്ഞതിന് കളവാണ് അവൻ പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ അവൻ്റെ പ്രവർത്തനം അവൻ പറഞ്ഞതിനെ കളവാക്കി. ശേഷം പറയുന്നുണ്ട്, വനഖസ മിൻ കമാലി തൗഹീദിഹി ബിഖദ്രി മഅസിയത്തില്ലാഹ്, വനഖസ കുറഞ്ഞ്, മിൻ കമാലി തൗഹീദിഹി അവൻ്റെ തൗഹീദിൻ്റെ പരിപൂർണതയിൽ നിന്ന് കുറവ് സംഭവിച്ചിട്ടുണ്ട്. ബിഖദ്രി മഅസിയത്തില്ലാഹ് അള്ളാഹുവിന് തിന്മ ചെയ്തതിൻ്റെ അളവിനനുസരിച്ച് അവൻ്റെ തൗഹീദിൻ്റെ പൂർണ്ണതയിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന്. അപ്പൊ തിന്മകൾ സംഭവിക്കുമ്പോൾ നമ്മുടെ തൗഹീദിന് കുറവ് സംഭവിക്കും, തൗഹീദിൻ്റെ പൂർണ്ണതയ്ക്ക് കുറവ് സംഭവിക്കുമെന്നാണ് മഹാനായ ഇബ്നു റജബ് റഹിമഹുല്ലാ നമുക്ക് പറഞ്ഞു തരുന്നത്. എത്രയേറെ ഗൗരവമുള്ള വിഷയമാണ് തിന്മകളെ അശ്രദ്ധമായി കാണുന്നത്, ശൈത്താനെ അനുസരിക്കുന്നത്. തിന്മ ചെയ്യുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ശൈത്താനുള്ള അനുസരണമാണ്. അവ എത്രത്തോളം ഗൗരവമുണ്ട് പണ്ഡിതന്മാർ
ഈ വിഷയത്തിൽ അവർ ഇത്ര ഗൗരവത്തിൽ പറയണമെങ്കിൽ എത്രയേറെ നാം കാത്തു സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന തിന്മ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൻ്റെ പൂർണ്ണത സൂക്ഷിച്ചുകൊണ്ട് തന്നെ ജീവിക്കാനും പൂർണ്ണ തൗഹീദുള്ള മുവഹിദീങ്ങളായി തന്നെ മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കുമേകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞ കെലിമയിൽ പൂർണ്ണ സത്യസന്ധത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹ് നമുക്ക് ഓരോരുത്തർക്കുമേകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഈ ആശയം മനസ്സിലാക്കി അതിൽ അടിയുറച്ച് ജീവിക്കാനും മരിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കുമേകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസുഖം കൊണ്ടും മറ്റ് പല പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന നമ്മുടെ സത്യവിശ്വാസികളായ സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ മറ്റെല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാത്തിനും ഉപരി പരിപൂർണ ആഫിയത്ത് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാനുള്ള നിർഭയത്വത്തോടുകൂടി സൗഖ്യത്തോടുകൂടി ജീവിക്കാനുള്ള ആഫിയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ബന്ധുമിത്രാദികൾ മരിച്ചുപോയവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇഹലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന സ്വാലിഹീങ്ങളായ മക്കളാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا ولأساتذتنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.